വേറെന്നുള്ളത് കലാകാരന്മാരുടെ എണ്ണം പുതിയ മന്ത്രിസഭയിൽ ഇല്ല, ഒരെണ്ണേ ഉള്ളൂ, ഒരേ അജേട്ടന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ഇപ്പൊ MLA ആയിട്ട് വരുന്നത്, പാലക്കാട് നിന്ന് MLA ആയേക്കുന്നത്. പിഷാരടിയെ കുറിച്ച് എന്താ പറയാറുള്ളത്? പിഷാരടി പണ്ട് സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ സ്വകാര്യമായിട്ട് പറയാം. ഇത് ചാനലിലായതുകൊണ്ട് ആരും അറിയുന്നില്ല. ഇല്ലല്ലോ, ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് ഈ പിഷാരടിമാർ എന്ന് പറയുന്ന ആളുകൾ തന്നെ എണ്ണത്തിൽ കുറവാണ്. അതിനകത്ത് മിമിക്രി അല്ലെങ്കിൽ കല കൊണ്ട് നടക്കുന്നവർ എണ്ണത്തിൽ കുറവാണ്. അങ്ങനെ വളരെ വിരലിലുണ്ടാവുന്ന ആളുകളേ ഉള്ളൂ, കലാകാരന്മാരും ഉള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ യാദൃശികമായിട്ട് ഇപ്പൊ നിയമസഭയിലും അങ്ങനെയായി. കലാകാരന്മാർ അന്യം നിന്ന് പോകാതിരിക്കാൻ ഒരു ചെറിയൊരു ആർത്തിരി. അതെ, നമുക്കൊരു അഭിമാനമാണ്. നമ്മുടെ കൂടെ ഉള്ളൊരു സഹോദരനാണ്. ഒരുപാട് നല്ല നല്ല കാഴ്ചപ്പാടുള്ളൊരു വ്യക്തിയാണ്. നല്ല രീതിയിൽ തന്നെ ആ ഒരു രംഗത്ത് ശോഭിക്കും. അതെ, ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിൽക്കുന്നവർക്കൊക്കെ നല്ല വാക്കുകൾ പറയാന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. പദസൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റി പറയുമ്പോൾ മറ്റുള്ളവർക്ക് മുറിവേൽക്കാതെ ആ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയായിരിക്കും. നമ്മൾ ചെയ്തില്ലെങ്കിലും കൊടുത്തില്ലെങ്കിലും നല്ലൊരു വാക്ക് കേൾക്കുക, നല്ലൊരു ചിരിയോടുകൂടിയുള്ളൊരു കാര്യം നമുക്കത് അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ്, അല്ലേ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതെ അതെ. പക്ഷേ അത് മാത്രം വാഗ്ദാനം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് ഫുള്ളായിട്ട് കേൾക്കണ്ട, പ്രവർത്തിക്കണം, അതിനനുസരിച്ച് ജനങ്ങൾക്ക് നല്ലത് ചെയ്യണം.